എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കേക്കുമായിട്ടാണ്. ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഓറഞ്ച് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ പോയി ചെയ്തോളൂ. അത്രയ്ക്ക് നല്ല എളുപ്പമുള്ള, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് നല്ല കട്ട തൈര് എടുത്തോളൂ കേട്ടോ. ഇപ്പം ഞാൻ ഒഴിക്കുന്ന 1 ടീസ്പൂണ് ഓറഞ്ച് എസൻസ് ആണ്. പിന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ കാണുന്നത് ഞാൻ ഓറഞ്ചിൻ്റെ തോല് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഈ ഗ്രേറ്റ് ചെയ്ത തോലിട്ട് കഴിഞ്ഞാൽ അതേ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവും നമ്മളുടെ ഓറഞ്ച് കേക്കിന് കിട്ടും. അപ്പോൾ എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് അലിയണം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് 1/4 കപ്പ് എണ്ണയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഒഴിക്കാം. ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഇതിനകത്തോട്ട് ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദപ്പൊടി ഇടാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പൊടി അരിച്ചേ ഇടാൻ പാടുള്ളൂ. അപ്പോഴേ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തോട്ടും ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, അളവുകളെല്ലാം കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി കേക്ക് കിട്ടും. ഞാൻ ഇതിന് മുമ്പ് തന്നെ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം കേട്ടോ. അതിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കുകയാണ്. ഒരു ഓറഞ്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കാനായിട്ട്. ഇത് കുറച്ചായി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഈ കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനിനി 2 തുള്ളി ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഓറഞ്ച് കളർ ചേർക്കുന്നേ ഉള്ളൂ. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ തടവി അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ കേക്ക് പാനിലോട്ട് നമ്മളിപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഇതിനകത്തുള്ള ബബിൾസൊക്കെ ഒന്ന് പൊട്ടി നല്ല വൃത്തിയായിട്ട് ഉള്ള ഒരു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതേ ഞാനിവിടെ ഒരു അവൻ സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അവനിലല്ല ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തൊരു ചെറിയ പാത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അവനില്ലാന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഒരു കുഴപ്പമില്ല. ഇനി ഒരു 35 അല്ലെങ്കിൽ 40 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഇപ്പോൾ ദേ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 25 മിനിറ്റ്സ് ഒക്കെ ആയ സമയത്ത് എടുത്തൊന്ന് നോക്കി. അപ്പോൾ ശകലം ഒരു ഒട്ടലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുത്തി നോക്കാം അല്ലേ. കാണാനൊക്കെ നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം. ഓക്കെ, നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലൊരു ടവലാണ് ഇട്ട് കൊടുത്തത്. കാരണം എന്തെങ്കിലും പാത്രം വെച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ നീരാവിയൊക്കെ പോയി ആ നീരാവിയൊക്കെ കേക്കിനകത്ത് വീണ് കേക്കൊക്കെ നല്ല നനഞ്ഞ് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് കാരണമാണ്. എൻ്റെ കയ്യിൽ വയർ റാക്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു എന്താ പറയുക ടവൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഇതുപോലെ ഒന്നിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വരും.
അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് മണമാണെന്നറിയാവോ ഈ കേക്കിന്. ഈ ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ വീട്ടിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഈ മണം. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് കഴിക്കാനും തോന്നും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഓറഞ്ച് ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങളാരും ഈ കേക്ക് ചെയ്യാതിരിക്കരുത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലെമൺ കേക്കും ചെയ്യുന്നത്. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ മാത്രം മതി. ചെറുനാരങ്ങയുടെ തോലൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടിപൊളി ലെമൺ കേക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ മെത്തേഡാണ്, ഒന്നും ചേഞ്ച് ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം എണ്ണയ്ക്ക് പകരം, അതുപോലെ തന്നെ മുട്ടയ്ക്ക് പകരം തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ മണമെന്നറിയാമോ? അത്ര മണമാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ള കേക്കാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേക്കുമാണിത്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്ര സോഫ്റ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഈ എണ്ണ ചേർത്തിട്ട് തന്നെ ഇത്രയും സോഫ്റ്റാണ് ഈ കേക്ക്. എന്ത് ടേസ്റ്റാണെന്നറിയാവോ കേക്കിന്? അത്രയ്ക്ക് ടേസ്റ്റ്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ഒരു കേക്കാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനും. അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ധാരാളം. കുറച്ച് ഓറഞ്ച് മാത്രം മതിയാവും. ഓറഞ്ച് ഇല്ലെന്നുണ്ടെങ്കിലും വിഷമമില്ല, നമുക്ക് ലെമൺ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. കേക്ക് കഴിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെയ്തോളൂ. ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.